തൻ്റെ യൗവനകാലത്ത് ഒരു ഡിസംബർ മാസത്തിൽ അയാൾ ഒരു തീരുമാനമെടുത്തു. ഒരു വർഷത്തിനുള്ളിൽ അസിസ്റ്റന്റ് ഡയറക്ടറായെങ്കിലും ഒരു സിനിമയുടെ ഭാഗമാവണമെന്ന്, അല്ലെങ്കിൽ ഈ ജീവിതം തന്നെ ഉപേക്ഷിക്കും. 1985 ഒടുവിലായിരുന്നു അത്. അടുത്ത വർഷം പക്ഷേ ജീവിതം ആ പ്രതിഭയുടെ കൈപിടിച്ചു. മലയാള സിനിമയിൽ ഏറ്റവും മനോഹരമായി കഥ പറയുന്ന പത്മരാജൻ്റെ കൂടെ തന്നെ അവസരം ലഭിച്ചു. അങ്ങനെ മലയാളിക്ക് അത്രമേൽ ഹൃദയസ്പർശിയായ കഥകൾ സമ്മാനിച്ച സംവിധായകനായി അയാൾ മാറി. ബ്ലസി. പലപ്പോഴും കണ്ണുനീർ നിയന്ത്രിക്കാൻ പാടുപെട്ടുകൊണ്ട് തിയേറ്ററിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന പ്രേക്ഷകരെയായിരിക്കും ബ്ലസി ചിത്രത്തിൽ കാണാൻ സാധിക്കുക. സിനിമയിലെ രംഗങ്ങൾ പ്രേക്ഷകരുടെ ജീവിത യാഥാർത്ഥ്യവുമായി അത്രമേൽ തൊട്ടു നിൽക്കുന്നു. 2004 കാഴ്ച എന്ന സിനിമയിലൂടെ സ്വതന്ത്ര സംവിധായകനായി ബ്ലസി ആരംഭിച്ച പ്രയാണം 2024 ആടുജീവിതത്തിൽ എത്തി നിൽക്കുന്നു. റിലീസാകുന്നതിന് മുന്നേ തന്നെ ആടുജീവിതം ചർച്ചയാകുന്നതിന് ഒരു പ്രധാന കാരണവും ബ്ലസി തന്നെയാണ്. അതിന് ഏറ്റവും വലിയ കാരണം ബ്ലസി ഇതിനു മുന്നേ ചെയ്തു വെച്ച സിനിമകൾ തന്നെയാണ്. 8 സിനിമകളാണ് ബ്ലസി സംവിധാനം ചെയ്തിട്ടുള്ളത്. സാധാരണ ജീവിതം നയിക്കുന്ന, സമൂഹത്തിൽ വലിയ പ്രിവിലേജുകളൊന്നുമില്ലാത്ത മനുഷ്യരുടെ ജീവിതമാണ് ബ്ലസിയുടെ സിനിമകളിൽ. കാഴ്ചയിലെ മാധവനും തന്മാത്രയിലെ രമേശനും ഭ്രമരത്തിലെ ശിവൻകുട്ടിയും പളുങ്കിലെ മോനിച്ചനുമെല്ലാം ഉദാഹരണങ്ങൾ. അമാനുഷിക കഴിവുകളൊന്നുമില്ലാത്ത പല ലക്ഷ്യങ്ങളുമായി അലയുന്ന മനുഷ്യരെ ഈ കഥാപാത്രങ്ങളിൽ കാണാൻ സാധിക്കും. ചെറിയ ലക്ഷ്യങ്ങളിൽ തട്ടിവീഴുന്ന കഥാപാത്രങ്ങളും ജീവിതത്തിലെ കഠിനമായ യാഥാർത്ഥ്യങ്ങളും മാത്രമല്ല, കൊച്ചു കൊച്ചു സന്തോഷങ്ങളും ബ്ലസിയുടെ സിനിമകളിൽ കാണാം. ബ്ലസിയുടെ സിനിമകളിലെ ക്ലൈമാക്സുകളാണ് പ്രേക്ഷകനെ നനഞ്ഞ കണ്ണുകളോടെ തിയേറ്ററുകളിൽ നിന്നും മടക്കുന്നതിനുള്ള പ്രധാന കാരണം. അൽഷിമേഴ്സിനോട് പൊരുതി രമേശൻ മരണത്തിന് കീഴടങ്ങുന്നതും, വീണ്ടും ഒന്നിക്കുമെന്ന പ്രതീക്ഷയിൽ കുട്ടിയെ ഉപേക്ഷിച്ച് മാധവൻ തിരികെ പോകാൻ നിർബന്ധിതനാവുന്നതും, നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ മോനിച്ചൻ പരാജയപ്പെടുന്നതുമൊക്കെ മലയാളികൾ ഒരിക്കലും മറക്കാത്ത ക്ലൈമാക്സുകളാണ്. സ്വന്തം കുടുംബത്തിൻ്റെ മുന്നിൽ നിരപരാധിത്വം തെളിയിക്കുന്നതിനായി അലയുന്ന ശിവൻകുട്ടിയെയും അത്ര പെട്ടെന്നൊന്നും മലയാളികൾ മറക്കില്ല. സംഭാഷണങ്ങൾ ഒരിക്കൽ പോലും ഒരു ഏച്ചുകെട്ടലായി തോന്നില്ല എന്നുള്ളതാണ് ബ്ലസിയുടെ സ്ക്രിപ്റ്റിൻ്റെ പ്രധാന ഹൈലൈറ്റ്. മാത്രമല്ല, സംഭാഷണങ്ങളിലൂടെ കഥാപാത്രത്തിൻ്റെ ഇമോഷനുകൾ കൈകാര്യം ചെയ്യാനും ബ്ലസിക്ക് സാധിക്കും. അതിന് ലെങ്തി ഡയലോഗുകളുടെ സഹായം ആവശ്യമില്ലതാനും. ബ്ലസിയുടെ വിഷ്വൽ ലാംഗ്വേജും വ്യത്യസ്തമാണ്. അതിനുള്ള ഏറ്റവും പുതിയ ഉദാഹരണമാണ് ആടുജീവിതത്തിലെ ഒട്ടകത്തിൻ്റെ കണ്ണിൽ നിന്നും കാണുന്ന നജീബിൻ്റെ മുഖം. 16 വർഷം മുന്നേയാണ് ആടുജീവിതത്തിൻ്റെ പ്രാരംഭ ചർച്ചകൾ ആരംഭിക്കുന്നത്. സ്ക്രിപ്റ്റിൻ്റെ പണികൾ ആരംഭിച്ച് 10 വർഷം കഴിഞ്ഞാണ് സിനിമ പൂർത്തിയാവുന്നത്. ഷൂട്ട് പൂർത്തീകരിക്കാനെടുത്തത് 6 വർഷം. ബ്ലസി ഏകദേശം തൻ്റെ ആയുസിൻ്റെ കാൽഭാഗത്തിനടുത്ത് ആടുജീവിതത്തിനായി നൽകിയിട്ടുണ്ട്. ആ അധ്വാനത്തിൻ്റെ ഫലം ലഭിച്ചത് ബ്ലസി എന്ന സംവിധായകന് മാത്രമല്ല, ആടുജീവിതം കണ്ടിറങ്ങിയ ഓരോ സിനിമാ സാധകനും കൂടിയാണ്. കഥയെയും കഥാപാത്രത്തെയും വൈകാരികമായി അവതരിപ്പിക്കുന്നതിൽ വിജയിച്ച സംവിധായകനാണ് ബ്ലസി. കഥാപാത്രങ്ങളുടെ ഡെപ്തും അവരുടെ മാനസിക സംഘർഷങ്ങളും സ്ക്രീനിലേക്ക് എത്തിക്കുന്നതിൽ ബ്ലസി എന്ന സംവിധായകന് പ്രേക്ഷകർ 100 മാർക്ക് തന്നെ കൊടുക്കും.